വെദർ ഹോംവർക്ക് ഈസ് നെസസറി ഇൻ സ്കൂൾ. കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാനാണെങ്കിൽ ടീച്ചേഴ്സിന് എന്താണ് പണി? ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കാറുണ്ട്. അതിനുള്ള മറുപടിയാണ് ഈ ട്രോഫി. മോൻ്റെ സ്കൂളിൽ മൂണ്ടേക്ക് പാരൻസിനൊരു കോമ്പറ്റീഷൻ വെച്ചു. ഒരു ഹെക്റ്റിക് ഡേ ആയിട്ടും ഒട്ടും ആലോചിക്കാതെ പങ്കെടുക്കാൻ ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും പിന്നെ ആകെ അറിയണത് ഹിന്ദിയും കൂടിയാണ് എഴുതാൻ. എന്നാൽ അതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് മോനെ കൊഞ്ചിക്കുമ്പോഴാണ് ആ ചാന്തുക്കത്തുക്കിട എന്നുള്ള ആ ഒരു സംഭവം മനസ്സിലേക്ക് വന്നത്. അങ്ങനെ എഴുതി കഴിഞ്ഞ ശേഷം ഞാൻ തന്നെ ചിന്തിച്ചു, എവിടെ നിന്നാണ് ഇത്ര അധികം ഐഡിയാസ്? അതിനുള്ള ഉത്തരം, ഒരു സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ ഏറെ വെറുത്തിരുന്ന എഴുത്ത്, അതാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. ഒരുപാട് ഹോംവർക്ക്, അസൈൻമെൻറ്റ്, പ്രോജക്റ്റ് ഇതൊക്കെ എഴുതേണ്ടി വന്നിട്ടുണ്ട്. അന്ന് ChatGPTയോടൊന്നും അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല, സ്വയം എഴുതണം. ഒരു എയും നമ്മളെ സഹായിക്കില്ല, സ്വന്തം നോർമൽ ഇൻ്റലിജൻസ് മാത്രമാണ് അന്നുണ്ടായിരുന്നത്. പക്ഷേ അന്നത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എന്ത് കിട്ടിയാലും ഒരാളോടും പരാതി പറയാതെ, പാരൻസ് അങ്ങനെ തന്നെയായിരുന്നു, ഒരു പരാതിയുമില്ല. കുട്ടികൾക്ക് ഹോംവർക്ക് ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ എന്ന രീതിക്ക് അവരവരെ വഴിക്ക് വിട്ടുകൊടുക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഹോംവർക്ക് കിട്ടുമ്പോഴത്തേനും 100 ചോദ്യങ്ങളാണ്. സത്യത്തിൽ ഹോംവർക്ക് കൊടുക്കാൻ ടീച്ചേഴ്സിന് ഭയമായിരിക്കും. കാരണം ക്ലാസ് വർക്ക് പോലും ക്ലാസ് ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ചോദ്യങ്ങളാണ്. ഇതെങ്ങനെ ചെയ്യുക, ഇതെന്തിനാണ് ചെയ്തത്, ഇതെന്തുകൊണ്ട് ക്ലാസ്സിൽ എൻ്റെ കുട്ടി എഴുതിയില്ല. കുട്ടി ചിലപ്പോൾ ലീവായിരിക്കും, എങ്കിലും കുട്ടികളുടെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. കാലം ഒരുപാട് നമുക്ക് തളർച്ചകളാണ് തരുന്നത്, വളർച്ചകൾക്ക് പകരം. ഏതൊരു സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും നല്ല പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട്. തീർച്ചയായിട്ടും ഹോംവർക്ക് നമുക്ക് നല്ല സ്ട്രഗിൾസ് തരുന്നുണ്ട്. പക്ഷേ ആ സ്ട്രഗിൾസ് നമുക്ക് ഏതൊരു ടോപ്പിക്കിനെ കുറിച്ചിട്ടും അധികം ചിന്തിക്കാതെ പറയാനും എഴുതാനും ഉള്ള കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് തരും. നൗ യു ക്യാൻ ഡിസൈഡ് വെദർ ഹോംവർക്ക് ഈസ് ഗുഡ് ഓർ ബാഡ്.